ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുഗ്വേ ചാനൽ. ദുരന്തർ ദ റിവെഞ്ചിൽ നിന്ന് ഒരു പുതിയ സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. സോങ് ടൈറ്റിൽഡ് ആസ് ആരി ആരി. ആദിത്യദാറാണ് സംവിധാനം ചെയ്യുന്നത്. സിനിമ മാർച്ച് 19 റിലീസാകുന്നുണ്ട്. രൺവീർ സിംഗ്, സഞ്ജയ് ദത്ത്, അക്ഷയ് കന്യ ഉണ്ടോ ഇല്ലയോ എന്ന് ഇനി കണ്ടറിയണം. റിവെഞ്ചിൽ അർജുൻ രാംപാൽ മാധവനൊക്കെ ഉണ്ട്. അർജുൻ സാര, ശശ്വത് സച്ചുദേവാണ് മ്യൂസിക് ചെയ്യുന്നത്. ആ ദുരന്തറിലെ മ്യൂസിക്കൊക്കെ അറിയാമോ? അന്യായ ലെവലായിരുന്നു. ഇതിലും അത് തന്നെ പ്രതീക്ഷിക്കുന്നു, അതിൽ വേറെ ഡൗട്ടൊന്നുമില്ല. മാർച്ച് 19 ക്ലാസ് വെച്ചവരൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ദുരന്തർ ദി റിവെഞ്ച് മാർച്ച് 19 തന്നെ എത്തും. ആരി ആരി. ജിയോ സ്റ്റുഡിയോസ് പ്രസൻസ് B62. ശശ്വത് എന്തോ ചെയ്യുന്നുണ്ട് കേട്ടാ. സൂപ്പറാ. ആരി. സത്യം, ശശ്വത് സച്ദേവ് മ്യൂസിക്കൽ പുള്ളി അന്യ ലെവൽ പണ്ണലാണ് പണ്ണുന്നത്. സത്യമായിട്ട് എന്ത് പാട്ടാണ് അത്. ആ ഒരു സീനിനെ ഒരു എലവേറ്റ് ചെയ്യാൻ ആ ഒരു സിംഗർ പാടുന്നു, ആ ലിറിക്സ് ആയാലും ആ മ്യൂസിക് ആയാലും ഒരു അന്യായ അഡ്രനൈൻ റഷ് തരാൻ പറ്റുന്നുണ്ട് ആ പാട്ടുകൾക്ക്. ഒന്നിലെ പാട്ടുകൾ അറിയാമല്ലോ, ഒന്നിലെ പാട്ടെല്ലാം ഒന്നിനൊന്ന് മികച്ചായിരുന്നു. ദുരന്തറിലെ പാട്ടൊക്കെ ഒന്നിനൊന്ന് മികച്ചായിരുന്നു. എല്ലാം വൈറലും ആയിരുന്നു, ട്രെൻഡിങ്ങും ആയിരുന്നു, സ്റ്റിൽ ട്രെൻഡിങ്ങുമാണ്. ഇപ്പൊ ഈ പാട്ട് എന്തായാലും കത്തും, എന്തായാലും ട്രെൻഡിങ്ങിൽ കയറും. ആരി ആരി സൂപ്പറാണ്. ആ പാട്ട് തുടക്കി ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത്, പിന്നെ അതിന് ഈ പാട്ടിന് തന്നെ ഏറ്റവും മേന്മ കൊടുക്കുന്നത് അതിലെ സ്ക്രീൻ പ്രസൻസ് ആണ്. എല്ലാവരും സ്ക്രീൻ പ്രസൻസ്, ആ പാട്ട് ലിറിക്സ് ഒക്കെ വരുമ്പോൾ എല്ലാവരും നോക്കുന്നതും, അർജുൻ രാംപാൽ മാധവൻ, രൺവീർ സിംഗ് എല്ലാവരും നോക്കുമ്പോൾ തന്നെ ആ ഒരു ഇമ്പാക്ട് നമുക്ക് തന്നെ കാണുമ്പോൾ കിട്ടുന്നുണ്ട്. ആരി ആരി. എല്ലാം ഉണ്ട് കേട്ടാ. ഇംഗ്ലീഷ് റാപ്പ് വേറെ ലെവല് കേട്ടാ. ഇത് ഇരുന്ന് കേട്ട ഒരുപാട് ലിറിക്സ് അതിലുണ്ട് അതിൻ്റെ അകത്ത്. രൺവീർ ഈ പടത്തില് അത് എന്ത് എലവേറ്ററാ ചെയ്യുന്ന ഇവര്. അത് ഞാൻ പറഞ്ഞില്ല, പാട്ടിന് ഒരു എലവേഷൻ, മാസ് സോങ്ങിന്റെ ഒരു ഐറ്റം തന്നെയാണ് അത് ഈ ഇടയിൽ ഇംഗ്ലീഷ് റാപ്പ് ഒരു രക്ഷയില്ല കേട്ടോ. അതിലെ ലിറിക്സ് ഒക്കെ 1-2 പ്രാവശ്യം നിങ്ങൾ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. അതെല്ലാം നമുക്കറിയാവുന്ന ലിറിക്സ് തന്നെയാണ്. ബട്ട് കില്ലയും കൊല്ലും അങ്ങനത്തെ കുറച്ച് വാക്കുകളും വേറെ വേർഡ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നന്നായിട്ട് തന്നെ ഉണ്ട്. സൂപ്പറായിട്ട് കേൾക്കുമ്പോൾ തന്നെ ആ ഇംഗ്ലീഷ് ലിറിക്, ഇതുപോലെ തന്നെ ഫസ്റ്റിലും ഇംഗ്ലീഷ് ലിറിക്കുള്ള പാട്ടുകളൊക്കെ സൂപ്പറായിരുന്നു. ഇംഗ്ലീഷ് ലിറിക്ക് സൂപ്പറായിട്ട് തന്നെ ആ ഒരു ഫീമെയിൽ വോക്കലിൽ വരുന്നുണ്ട്. എല്ലാ എല്ലാരും സ്ക്രീൻ പ്രസൻസ് ഉണ്ടാ. അർജുൻ സാറാ ഇത് വലിയ മേക്കിംഗ് ആദിത്യദാർ. ക്ലൈമാക്സ് ഫൈറ്റ് ആയിരിക്കും. ദുരന്തർ ദ റിവെഞ്ച്. ആദിത്യദാർ, ജ്യോതിഷ് ദേശ്പാണ്ഡെ, ലോകേഷ് ദാർ and Adityadar film March 19, 2026. Guys,
ദുരന്തർ ദ റിവഞ്ച് ആര്യ സോങ് വേറെ ലെവൽ സോങ്, ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞില്ലേ, ആ ലിറിക്സിന്റെ ഒപ്പം അവരുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസും കൂടെ ആകുമ്പോൾ പാട്ടിന്റെ ആ ഒരു എലവേഷൻ എന്ന് പറയുന്നത് പീക്കാണ്, അതിൽ വേറെ സംശയമൊന്നുമില്ല. എന്ത് പാട്ടാണ് സച്ദേവ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ദുരന്തറിലെ പോലെ തന്നെ ദുരന്തർ ദി റിവഞ്ചിലും പാട്ടുകൾ അന്യായമായിരിക്കും. പുള്ളി പണ്ണി വയ്ക്കുന്നുണ്ട്, അമ്മാതിരി പാട്ടുകളാണ് വരുന്നത്. ഇപ്പൊ ഈ സോങ് തന്നെ ഇത് ഇപ്പോഴേ കേട്ടപ്പോൾ ഇത്രയും അഡ്രനലിൻ വരുന്നെങ്കിൽ തിയേറ്ററിൽ കേൾക്കുമ്പോൾ എന്തുമാത്രം ഇമ്പാക്റ്റ് ആയിരിക്കും. അതും ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ഒന്നിനെക്കാട്ടിയും വയലൻസ് ഇതിൽ കൂടുതലായിരിക്കും, അതിൽ വേറെ സംശയമൊന്നുമില്ല. എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്ന ആദിത്യദാർ എന്നടാ പണി വെച്ചിരിക്കുക. മേക്കിംഗ് ഒക്കെ വേറെ ലെവൽ. ആ ബോംബ് ബ്ലാസ്റ്റിംഗ് സീനും ആ ഒരു ലൊക്കേഷൻ ഹണ്ടും എല്ലാം വേറെ ലെവലായിട്ട് ആദിത്യദാർ ചെയ്യുന്നുണ്ട്. ഒരു എന്താ പറയുക, ആ ഒരു പ്രൊഡ്യൂസേഴ്സിന്റെ ആ ഒരു അറ്റംപ്റ്റും തന്നെ സത്യം പറഞ്ഞാൽ പ്രൈസ് ചെയ്യേണ്ട ഒരു അറ്റംപ്റ്റ് ആണ്. കാരണം ഇത്രയും സിനിമകൾ വിജയിക്കുമോ അല്ലെങ്കിൽ ഇത്രയും മണിക്കൂറുള്ള സിനിമകൾ കാണുമോ എന്നുള്ള ഒരു ടോക്കിൽ നിന്ന് ഇത്രയും മണിക്കൂറുള്ള സിനിമ ഇറങ്ങണം എന്നുള്ള ഒരു ടോക്ക് ഉണ്ടായിരിക്കും. ആ പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു അറ്റംപ്റ്റ് സത്യം പറഞ്ഞാൽ ഭയങ്കര അച്ചീവ്മെന്റ് തന്നെയാണ്. ഈ സിനിമ 3 മണിക്കൂർ 55 മിനിറ്റോളമാണ്. ഇനി ഫസ്റ്റ് 3 മണിക്കൂർ അരമണിക്കൂർ 30 മിനിറ്റ് എന്തോ ഉള്ളൂ. ഇത് 20-25 മിനിറ്റ് എന്തായാലും എക്സ്ട്രാ ആണ് മിനിറ്റ്സ്. അപ്പോൾ ഇതില് അടിച്ച് തീക്കും, അടിച്ചു കൊല്ലും. കാരണം ഇതില് രൺവീറിന്റെ ഒരു വിളയാട്ടം തന്നെ ആയിരിക്കും. ഞാൻ രൺവീറിന്റെ ആ ഇതിൽ കാണാൻ തന്നെ, കാരണം സത്യം പറഞ്ഞ രൺവീറിന് ഇത്രയും നല്ലൊരു സിനിമകളൊക്കെ ഉണ്ട്, ഇത്രയും നല്ലൊരു ക്യാരക്ടേഴ്സും ഉണ്ട്. എന്നാൽ ആദിത്യദാർ രൺവീറിന് ഈ കൊടുത്ത ഈ ഒരു ബിൽഡപ്പ് എന്ന് പറയുന്നത് രൺവീറിന്റെ കരിയറിലെ ഒരു പീക്ക് ബിൽഡപ്പ് തന്നെയാണ്. കാരണം അമ്മാതിരി ഒരു ക്യാരക്ടറാണ് രൺവീറിന് കിട്ടിയിരിക്കുന്നത്. അമ്മാതിരി ഒരു സ്ക്രീൻ പ്രസൻസ്, അമ്മാതിരി ഒരു ഓറ, ഒന്ന് പറഞ്ഞിട്ട് സത്യമായിട്ട് എനിക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നത്. കാരണം ആ സീനിൽ മുഴുവൻ രൺവീർ എന്തൊക്കെയാണ് ചെയ്യണത്, മെലിഞ്ഞിട്ട് തടിച്ചിട്ട് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, മുടി വെച്ച് ഇല്ലാതെ, തോക്ക് വെടി, അടി ഇടി പുക. മിക്കവാറും പടത്തിൽ ഈ പടത്തിൽ പിന്നെ ഈ ഒരു ഹ്യൂമറും കാര്യങ്ങളായിട്ടൊന്നും പോകണ്ട. തുടക്കത്തോട് ലാസ്റ്റ് വരെ വയലൻസിന്റെ അയ്യരുകളെയായിരിക്കും. അത്രയും സീരിയസ് ആയിട്ടായിരിക്കും പടം പോകുന്നത്. കാരണം റിവെഞ്ച് ആണ്, പടത്തിന്റെ പേര് റിവെഞ്ചിലാണ് തുടങ്ങുന്നത്. ദുരന്തർ റിവെഞ്ച്. ആര്യ പാട്ട് വേറെ ലെവൽ. ശശ്വത് ഇനിയും ഇതുപോലുള്ള സൂപ്പർ പാട്ടുകൾക്ക് വെയിറ്റ് ചെയ്യുന്നു. കിടിലം പാട്ട് തന്നെ വരുമെന്ന് പറയും. ആൻഡ് ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത ഇനിയും കിടിലം അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ട് വരാം ഗൈസ്. അപ്പോൾ ലവ് യു.